ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ +2 മോഡൽ മാത്സിൻ്റെ എക്സാം കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ അപേക്ഷിച്ച് എത്ര ഈസി പേപ്പർ ആയിരുന്നു. അതായത് നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ആൻസർ ചെയ്യാം, ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണെന്നൊക്കെ കേട്ട് ഞാൻ ഇൻ്റഗ്രേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളൊക്കെ എളുപ്പമാണ് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുൾ എഴുതാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഈസി ആയിട്ട് തന്നെയാണ് എനിക്ക് പൊതുവെ തോന്നിയത്. ക്രിസ്മസ് എക്സാം ഒക്കെ നല്ല ടഫ് പേപ്പർ ആയിരുന്നു. എനിക്ക് ഓൾറെഡി തോന്നിയിരുന്നു ഇന്നത്തെ എക്സാം മിക്കവാറും ഈസി ആകുന്നത്. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വർഷം ഇപ്പൊ 1-2 വർഷമൊക്കെ ആയിട്ട് ഗവൺമെന്റ് ടഫ് ആക്കുന്നുണ്ടല്ലോ ഏതൊരു എക്സാം. ഈ വർഷം എനിക്ക് തോന്നുന്നു മാത്സിന്റെ എക്സാം +2 ടഫ് ആക്കുന്ന എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്ക് ഇന്നലെ തോന്നിയിരുന്നു ഇന്ന് മിക്കവാറും മോഡൽ എക്സാം അത്യാവശ്യം ഈസി ആയിരിക്കും, എന്നിട്ട് പബ്ലിക്കിന് പണി തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പോലെ ബയോളജി ഒക്കെ ഇമ്പ്രൂവ്മെന്റ് എഴുതുന്നുണ്ടെങ്കിൽ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് നമ്മുടെ ബയോളജിന്റെ ഇമ്പ്രൂവ്മെന്റ് ഈ മാത്സ് എക്സാമിന്റെ തലേ ദിവസമാണ് നമുക്ക് ബയോളജിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉള്ളത്. മൊത്തത്തിൽ കുറച്ച് പണിയായിരിക്കും. ടഫ് ഒന്നാവാണ്ട് സിമ്പിളായി മതിയായിരുന്നു മാത്സിന്റെ എക്സാം. ഇനി മറ്റേ മെട്രീസസ്, ഡിറ്റർമിനൻസ്, അതിനകത്ത് നിന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന പോലത്തെ സ്ഥിരം ചോദ്യങ്ങൾ, ഡിറ്റർമിനൻസിന്റെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഇതൊക്കെ തന്നെയാണ് ഇന്ന് ചോദിച്ചത്. പിന്നെ വെക്ടർ ആൽജിബ്ര അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പഠിച്ച ചാപ്റ്റേഴ്സാണ് എനിക്ക് കുറച്ച് ചാപ്റ്റർ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കുന്ന വൃത്തിക്ക് നോക്കാന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഒരു ദിവസം കണ്ടി 13 ചാപ്റ്റർ ഒന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയ വിഷയങ്ങളിൽ ഏറ്റവും കുറച്ച് നോക്കിയ വിഷയം ഈ മാത്സ് തന്നെയായിരുന്നു. അതായത് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവെടുത്ത മാത്സിനായിരുന്നു. പിന്നെ ഇപ്പോൾ എക്സാം കഴിഞ്ഞ ശേഷം മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ രീതിയിൽ എക്സാം വരികയാണെങ്കിൽ നല്ല രീതിക്ക് പബ്ലിക് എക്സാം എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാത്സ് എക്സാമിനെ പറ്റി എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യട്ടോ.